ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം മുതൽ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന് എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവൻ്റെ രാജത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവൻ്റെ പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് ഈ ഭാഗത്ത് നാം വായിച്ചത്. ദാവീദ് രാജാവാണ്, എന്നാൽ ദാവീദ് ആട്ടിടയനായിരുന്നു. ദാവീദ് രാജകൊട്ടാരത്തിലാണ്, എന്നാൽ ദാവീദ് മുൻപ് ആടുകൾ നോക്കുന്ന മേച്ചൽപ്പുറത്തായിരുന്നു. ദാവീദ് ഇന്ന് രാജകീയ പ്രൗഢിയിലും മികവിലും വാഴുകയാണ്, എന്നാൽ മുൻപ് ദാവീദ് അങ്ങ് മലയോരത്ത് ബേത്ലഹേം മലഞ്ചെരുവിലൂടെ ആടുകളുടെ പിറകെ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ഒരാട്ടിടയനായ യുവാവായിരുന്നു. ദാവീദിനായി ഇന്ന് വളർച്ച ലഭിച്ചു, ദാവീദിനായി ഇന്ന് ഉയർച്ച ലഭിച്ചു. ബേത്ലഹേമിൽ ഇശായിയുടെ ഭവനത്തിലെ 8 മക്കളിൽ ഇളയവനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. നാം മുമ്പ് ചിന്തിച്ചു, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദിൻ്റെ സെലക്ഷൻ. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ദാവീദിന് ചില വാഗ്ദാനങ്ങൾ നൽകി, ചില ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ നൽകി. ദൈവം പ്രതിജ്ഞ ചെയ്തു. എന്താണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്? അതാണ് ഇവിടെ നാം തിരുവചനത്തിൽ വായിച്ചത്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് ഞാൻ സ്ഥിരത തരും, നിനക്ക് ഞാൻ കെട്ടുറപ്പ് തരും. നിന്നെ മാത്രമല്ല ഞാൻ അനുഗ്രഹിക്കുന്നത്, നിൻ്റെ സന്തതിയെയും സന്തതി പരമ്പരയെയും ഞാൻ അനുഗ്രഹിക്കും. എന്ത് നല്ല വാഗ്ദത്തമാണ് ദാവീദിന് ലഭിച്ചത്. ദൈവം തിരഞ്ഞെടുത്ത് ദൈവം അനുഗ്രഹിച്ച് നിർത്തിയ ദാവീദിന് ദൈവം ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ വിളിച്ചു, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിക്ഷേപിച്ചു, ദൈവം നമ്മിൽ ആശ വെച്ചു, ദൈവം നമ്മിൽ പ്രിയം വെച്ചു, ദൈവം നമ്മിൽ പ്രതീക്ഷ പുലർത്തി. സ്വർഗത്തിലെ ദൈവം നമ്മെ ആശയോടെ വളരെ സ്നേഹവായ്പോടെ നമ്മെ വിളിക്കുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. നമ്മെക്കുറിച്ച് വരുംകാലങ്ങളിലേക്കുള്ള മഹനീയമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തരികയാണ്. വരാനിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്ത ദൈവം ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് ദാവീദിനെ കൊണ്ടുവന്ന് രാജസിംഹാസനത്തിൽ ഇരുത്തിയ ദൈവം, രാജകീയ ചെങ്കോൽ പിടിപ്പിച്ച ദൈവം, രാജകീയ പ്രൗഢിയും മികവും തികവും നൽകിയ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദാവീദിന് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി. വാഗ്ദത്തങ്ങൾ ലഭിക്കും തോറും ദാവീദിന് ദൈവത്തോട് സ്നേഹവും നന്ദിയും വർദ്ധിച്ചു വന്നു. ദാവീദ് ദൈവസന്നിധിയിൽ അതോടൊപ്പം ചില തീരുമാനങ്ങൾ എടുത്തു. തീരുമാനം, സെലക്ഷൻ ലഭിച്ചു. ദൈവത്തിൻ്റെ സെലക്ഷൻ.
ഡിസിഷൻ എടുത്തു. ദാവീദിൻ്റെ തീരുമാനം. ദാവീദ് എന്താണ് തീരുമാനിച്ചത്? അതും നാം മുമ്പ് ചിന്തിച്ചതാണ്. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചു. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് തീരുമാനിച്ചു. ദാവീദ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തുതിക്കുമെന്ന് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചു. ദിവസം 7 പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തുതിക്കുമെന്ന്. മാത്രമല്ല, ദാവീദ് തീരുമാനമെടുത്തു ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന്. ദാവീദ് ചില വ്യക്തമായ തീരുമാനങ്ങളെടുത്തു. ദൈവസന്നിധിയിൽ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? ദൈവം ചെയ്ത നന്മകൾ കാണുമ്പോൾ നന്ദി നിറയും. ദൈവം എന്നെ സ്നേഹിച്ചല്ലോ എന്നറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയും. സ്നേഹം നിറഞ്ഞ് നന്ദിയിൽ കുതിർത്തതായ തീരുമാനങ്ങൾ ദൈവസന്നിധിയിലേക്ക് അർപ്പണം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം സ്നേഹിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ തൻ്റെ പ്രിയജനമായി തിരഞ്ഞെടുത്തു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളിൽ ആശ വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവം നിങ്ങളിൽ പ്രതീക്ഷ പുലർത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങളും തീരുമാനങ്ങളെടുക്കും. സെലക്ഷൻ ഡിസിഷനിലേക്ക് നടത്തി. പ്രിയപ്പെട്ടവരെ, ദാവീദിന് അനുഗ്രഹകരമായ വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്നാൽ സങ്കടകരമായൊരു കാര്യം പിൽക്കാലത്ത് സംഭവിച്ചു. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഈ വാഗ്ദത്തങ്ങൾ ലഭിച്ച ദാവീദ് 11-ാം അധ്യായം ആയപ്പോഴേക്കും 4 അധ്യായത്തിൻ്റെ വിടവ് അത് കഴിഞ്ഞ് ദാവീദിന് വലിയൊരു അധപ്പതനമുണ്ടായി. ഡിക്ലൈൻ എന്ന് ഞാൻ ഇംഗ്ലീഷിലൊരു വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ കുറിക്കാൻ തരട്ടെ. ഡിക്ലൈൻ, സെലക്ഷൻ, ഡിസിഷൻ, ഡിക്ലൈൻ, അധപ്പതനം. വളരെ സങ്കടകരമായി പോയി. മല്ലൻ വീണുപോയി, വീരൻ പട്ടുപോയി, ബലശാലി തകർന്നുപോയി. ദൈവത്തിൻ്റെ വ്രതൻ ഇതാ പാപം ചെയ്തു പോയി. ദൈവത്തിൻ്റെ അഭിഷിക്തൻ പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് വീണുപോയി. ദൈവം അനുഗ്രഹിച്ച് തിരഞ്ഞെടുത്ത് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വ്രതൻ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയി, കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവീക സാന്നിധ്യത്തിൻ്റെ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവമക്കളെ, ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. നിലനിൽക്കുന്നത് ഭാഗ്യം, നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപ. ഞാൻ നിന്നില്ല, അവൻ നിർത്തിയതാണ് എന്ന് പാട്ടുകാരൻ പാടി, നിന്നതല്ല നിർത്തിയതാണ് എന്ന് പാട്ടുകാരൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നന്ദിയോടെ പാടി. നമുക്കും പാടാൻ വകയുണ്ട്. നാം ആരും നിന്നില്ല. വർഷങ്ങൾ നാം കൃപയിൽ നിന്നോ? ദൈവത്തിൻ്റെ അളവറ്റ വാത്സല്യമാണ്. വർഷങ്ങൾ നാം വീഴാതെ നിന്നോ? ദൈവത്തിൻ്റെ അത്ഭുത കരുണയാണ്. എത്രയോ ബലശാലികൾ വീണുപോയി, എത്രയോ വീരന്മാർ പട്ടുപോയി. ദാവീദ് തന്നെ ഒരവസരത്തിൽ ഇരുന്ന് കരയുന്നുണ്ട്. ശൗലിൻ്റെ മരണത്തെ തുടർന്ന് ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ പട്ടുപോയി എന്നുള്ള വാർത്ത കേട്ട് ദാവീദ് ഇരുന്ന് കരയുന്നത് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 1-2 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ബലശാലികൾ വീണുപോയതെങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ അത് ഘോഷിക്കരുതേ, ഫെലിസ്ത്യപുത്രിമാർ ആനന്ദിക്കരുതേ, അഗ്രതമ്മികളുടെ പുത്രിമാർ സന്തോഷിക്കരുതേ എന്ന് ദാവീദ് പാടിയതാണ്. വീരനായ ശൗല് പട്ടുപോയത് ദാവീദ് കണ്ട് ഏങ്ങലടിച്ചതാണ്. ബലശാലിയായ ശൗല് വീണുപോയത് ദൈവത്തിൻ്റെ വ്രതനായ ദാവീദ് കാണുകയും അനുഭവപാഠം പഠിച്ച് ദൈവസന്നിധിയിലിരുന്ന് കരയുകയും ചെയ്തതാണ്. ഒരു ധനുർഗീതം പാടിയതാണ്, ഒരു വിലാപഗീതം പാടിയതാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിന്നെങ്കിൽ ദൈവം നിർത്തിയതാണ് കൃപ. കൃപ മാത്രം. നിങ്ങൾ ഇത്രയും കാലം വീഴാതെ നിന്നോ? ദൈവത്തിൻ്റെ കരുണയാണ്. യൂദായുടെ ലേഖനത്തിൻ്റെ അവസാന ഖണ്ഡിക പറയും, ബൈബിളിൽ ഒരധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണ് യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ യൂദാശ്ലീഹ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. യൂദായുടെ ലേഖനം 24-ാം വാക്യമാണത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. എന്തോ ഒരു അനുഗ്രഹീതമായ ഒരാശയമാണത്. വീഴാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിക്കുകയാണ്. ജീവനുള്ള ക്രിസ്തു നമ്മെ പരിപാലിക്കുകയാണ്. വീഴുമായിരുന്ന പ്രതലത്തിലൂടെയാണ് സഞ്ചരിച്ചത്. വഴുവഴുപ്പുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. തെന്നിപ്പോയതാണ്. ഇടറി വീഴാൻ തുടങ്ങിയതാണ്. വീണില്ല കൃപ, വീണില്ല ഭാഗ്യം, ദൈവത്തിൻ്റെ അളവറ്റ കൃപ. മകനെ, നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. വീഴാമായിരുന്ന സന്ദർഭങ്ങൾ വന്നതല്ലേ? തകർന്നു പോകുമായിരുന്നില്ലേ? നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നശിച്ചു പോകുമായിരുന്നില്ലേ? നിൻ്റെ ആത്മീയ ഭാവി മുടിഞ്ഞു പോകുമായിരുന്നില്ലേ? നിൻ്റെ ഭൗതിക ജീവിതം തകർന്നു പോകുമായിരുന്നില്ലേ? നിൻ്റെ സൽപ്പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? എന്നാൽ കൃപയാൽ അവൻ നമുക്ക് അനുഗ്രഹം പകർന്ന്, നമുക്ക് കൃപയുടെ അത്ഭുത കൃപ പകർന്ന്, കൃപയുടെ നിറവ് തന്ന് നമ്മെ ഉറപ്പിച്ചു നിർത്തി. വീഴാതെ വണ്ണം അവൻ്റെ വലങ്കര നമ്മെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് കൽപ്പിച്ചു. ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്നെ പിടിച്ചു. ആമോസ് പ്രവാചകന് പറയാനുണ്ട്, ദൈവം എന്നെ പിടിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ പിടിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അവൻ്റെ ആ സുശക്ത ഭുജങ്ങളാണ് എന്നെ പിടിച്ചത് എന്നുള്ള ആ ഉറപ്പും പ്രാഗൽഭ്യവും നിങ്ങൾക്കുണ്ടോ? എന്നെ വീഴാതെ നിർത്താൻ അവൻ ശക്തനാണ് എന്നുള്ള ആ ഒരു പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ? ഞാൻ വീഴാവുന്നവനാണ്, ഞാൻ വീഴേണ്ടവനാണ്, പക്ഷേ എന്നെ നിർത്താൻ അവൻ ശക്തനാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സ്നേഹിതരെ, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. പ്രിയ മകളെ, നീ പതറരുത്, നീ നിരാശപ്പെടരുത്, നീ തളരരുത്. പ്രലോഭനങ്ങൾ തെറുത്തുയർന്നു വന്നാലും, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും, കൊടുങ്കാറ്റുകൾ ചുഴറ്റി വീശിയാലും, ദൈവവൈതലേ, നീ പതറരുത്. എന്തിന്? നീ ഉറച്ചുകൊള്ളണം. നിന്റെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ്റെ ബലമുള്ള ഭുജമാണ് നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ആ കൃപയുടെ കരം മാറരുതേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. കരുണയുള്ള കർത്താവേ, കൃപയുടെ കരം മാറരുതേ. വീരന്മാർ പട്ടുപോയ വഴിയാണ്, ബലശാലികൾ വീണുപോയ വഴിയാണ്, ആ ശ്രേഷ്ഠന്മാരായ പലരും തകർന്നുപോയ മാർഗമാണ്. എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ഒരവസരത്തിൽ ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വീരന്മാർ പട്ടുപോയ വഴിയാണെങ്കിലും മുക്കുവന്മാർ നേടിയെടുത്ത വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. വീരന്മാർ പട്ടുപോയ വഴിയാണ്, എന്നാൽ മകനെ, മുക്കുവന്മാർ നേടിയെടുത്ത വഴിയാണ്. പാവപ്പെട്ട മുക്കുവന്മാർ, നിരക്ഷര കുക്ഷികളായ മുക്കുവന്മാർ, യാതൊരു കഴിവുമില്ലാത്ത മുക്കുവന്മാർ, ബലഹീനരും നിസ്സാരരുമായ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട മുക്കുവ തൊഴിലാളികൾ, അവർ നേടിയെടുത്ത വഴിയാണ്. കാരണം അവർ ക്രിസ്തുവിൽ ആശ്രയിച്ചു, സർവോന്നതനിൽ അവർ ശരണപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആ ഏതാനും പേരിൽ നിന്നുകൊണ്ട് ഭൂലോകത്തെ കർത്താവ് കീഴ്മേൽ മറിച്ചു. ദൈവത്തിന് സ്തോത്രം. വിദ്വാൻമാരിൽ നിന്നല്ല, ജ്ഞാനികളിൽ നിന്നല്ല, പണ്ഡിത വരേണ്യന്മാരിൽ നിന്നല്ല. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട മുക്കുവ തൊഴിലാളികളിൽ ഇറങ്ങി നിന്നുകൊണ്ട് കരുണയുള്ള കർത്താവ് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ആയിരിക്കുന്ന പ്രകാരം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. കർത്താവേ, അവിടുത്തെ അത്ഭുത കൃപ എൻ്റെ മേൽ പകരണമേ, എന്നെ നീ പിടിച്ചുകൊള്ളണമേ. ദാവീദ് അധപ്പതിച്ചു പോയി, ദാവീദ് വീണുപോയി, ഡിക്ലൈൻ. അത് വർണ്ണിക്കാൻ വാസ്തവത്തിൽ ഒരു ദൈവവേദലിന് കെൽപ്പില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. എനിക്ക് കൽപ്പില്ല. ദാവീദിൻ്റെ വീഴ്ചയെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കും? ദാവീദ് ദൈവത്തിൻ്റെ വ്രതനല്ലേ? ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനല്ലേ? ദാവീദ് വിലപ്പെട്ട ദൈവദാസനല്ലേ? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വ്രതനല്ലേ? ദൈവം അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ സ്വർഗീയ നിക്ഷേപം പകർന്നു വെച്ച ദൈവത്തിൻ്റെ ഭൃത്യനല്ലേ? ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവദാസനല്ലേ? നിസ്സാരതയിൽ നിന്ന് ദൈവം പൊക്കിയെടുത്തുകൊണ്ടുവന്ന് അത്യുന്നതങ്ങളിൽ ഇരുത്തിയ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനല്ലേ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കാൻ
വീണ്ടെടുക്കാൻ ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ദൈവ പൈതലല്ലേ? ആ ദൈവ പൈതലിൻ്റെ വീഴ്ചയെക്കുറിച്ച്, ഡിക്ലൈനെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കും? മനുഷ്യൻ്റെ നാവിന് കെൽപ്പില്ല എന്ന് ഞാൻ എളിമയോടെ ബോധിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളൊരു കാര്യം ദൈവത്തോട് പറയണം. ഇപ്പോൾ പറയണം, കർത്താവേ, ഞാൻ ഇതുവരെയും നിന്നു എന്ന് പോലും എനിക്ക് പറയാൻ കെൽപ്പില്ല. ഇതുവരെയും നിന്നു എന്ന് പറയാനുള്ള കഴിവെനിക്കില്ല. നാഥാ, നീ എന്നെ നിർത്തണമേ, അന്ത്യത്തോളം നിർത്തണമേ. കർത്താവേ, നിന്റെ ബലമുള്ള ഭുജം എന്നെ പിടിക്കണമേ. ഞാൻ താണു പോകാതെ, ഞാൻ വാടിപ്പോകാതെ, ഞാൻ തളർന്നു പോകാതെ, ഞാൻ വേച്ചു പോകാതെ, ഞാൻ വീണു പോകാതെ, ഞാൻ ഇടറിപ്പോകാതെ, എൻ്റെ കർത്താവേ, നിന്റെ മാറോടെന്നെ അടക്കി പിടിക്കണമേ എന്ന് ദൈവ പൈതലേ നീ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ എതിർപ്പുകൾ വന്നുകൊള്ളട്ടെ, സാരമില്ല. പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, ലോകം നിന്നെ ചെളിവാരി എറിയട്ടെ, അനേകർ നിന്നെ കല്ലുവാരി എറിയട്ടെ, അനേകർ നിന്റെ പേര് ചീത്തയാക്കട്ടെ, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യട്ടെ, തെറ്റിദ്ധാരണകൾ പരത്തട്ടെ, കിംവദന്തികൾ പെരുകട്ടെ. ദൈവ പൈതലേ, ഭയപ്പെടേണ്ട. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവത്തിന് സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ വീഴിക്കാൻ ആർക്കും സാധ്യമല്ല, എന്നെ റാഞ്ചിക്കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കൽപ്പിച്ചവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവ പൈതലേ, നീ സ്വമേധയായി ഇറങ്ങിപ്പോയാലല്ലാതെ ആരും നിന്നെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയില്ല. പൈശാചിക ശക്തി നിന്നെ റാഞ്ചിക്കൊണ്ട് പോവുകയില്ല. അന്ത്യക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ വഞ്ചിച്ചു കൊണ്ടുപോവുകയില്ല. ദൈവ പൈതലേ, അവന്റെ കയ്യിൽ നീ ഉറച്ചു നിന്നുകൊള്ളൂ, ധൈര്യശാലിയായി നിന്നുകൊള്ളൂ, വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നീ നിന്നുകൊള്ളൂ. അവൻ നിന്നെ നയിക്കും, അവൻ നിന്നെ നടത്തും, അവൻ നിനക്ക് കരുത്ത് നൽകും. അവൻ നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായി നിന്നെ നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഇതെന്തോ ഒരു ഭാഗ്യമാണ്. കാരണം സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയ ജീവിതത്തിൻ്റെ ബാല്യകാലം അന്നേ ക്ഷീണിച്ചു പോകുന്നവരുണ്ട്. ബാല്യക്കാർ ആത്മീയ ജീവിതത്തിൻ്റെ ബാല്യം തുടങ്ങിയ കാലം മാനസാന്തരപ്പെട്ട് ദൈവത്തിനായി സമർപ്പിച്ച് ആദ്യകാലത്ത് തന്നെ ക്ഷീണിച്ചു പോയി. ഒരു ചീത്തവാക്ക് കേട്ടു, ഒരു കളിയാക്കൽ കേട്ടു, ഒന്ന് പരിഹസിച്ചു, ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞു, ആരെങ്കിലും ഒന്ന് ഒറ്റപ്പെടുത്തി, അപ്പോഴേക്കും ക്ഷീണിച്ചു. വയ്യ, എന്നെക്കൊണ്ട് വയ്യ, ഞാൻ ഈ കൂട്ടായ്മയിലില്ല, ഇനി ഞാൻ ഈ ആത്മീയത്തിനും ഇല്ല, നിർത്തുക. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. സ്തോത്രം. യൗവനക്കാര് ഇടറി വീഴും. നല്ല കുതിച്ചോടിയ യുവാക്കൾ നല്ല ഊർജ്ജസ്വലതയായിരുന്നു. സാക്ഷ്യം പറയുമ്പോൾ എന്തൊരു ശക്തിയായിരുന്നു, വചനം പറയുമ്പോൾ എന്ത് ജീവന്റെ ജ്വാലയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുകയായിരുന്നു, സ്തുതിക്കുമ്പോൾ തീ ജ്വാല ആളി പടരുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ യുവാക്കളായി ആത്മീയ ജീവിതത്തിലെ യുവാക്കൾ ആത്മീയ ജീവിതത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ ചൊറുചൊറുക്കോടെ നല്ല ഉശിരും ഉന്മേഷവുമായി മുന്നേറിയ യുവാക്കൾ അവരിതാ ഒരു കല്ലിന്മേൽ തട്ടി ഇടറി വീണു, ഒരു കുഴിയിൽ തട്ടി ഇടറി വീണു. ഒരു ചെറിയ കുഴി വഴിമധ്യത്തിൽ, ഏതെങ്കിലും ഒരു ചതിക്കുഴി പിശാച് ഒരുക്കി വെച്ചതാ. ഏതെങ്കിലും ഒരു കല്ല്, ഇടർച്ചക്കല്ല് ഇടറിപ്പോയി വീണു, മുഞ്ഞുകുത്തി വീണു, ചുണ്ടും മൂക്കും എല്ലാം പൊട്ടി അവിടെ കിടപ്പ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ
ശക്തിയെ പുതുക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവര് തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. തക്ക സമയം വരുമ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, പക്ഷേ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ക്ഷീണം മാറും, ക്ഷീണിക്കാതെ നടക്കും. ബാല്യത്തിൽ നടന്നാൽ മതി. ബാല്യമാണ്. ഉത്സാഹം കൂടി ഓടാൻ തുടങ്ങരുത്. ഓടാനുള്ള കരുത്ത് കിട്ടാതെ ഓടാൻ തുടങ്ങരുത്. ഓടിക്കേറി പ്രസംഗിക്കാൻ പോകരുത്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യാനായിട്ട് ഓടെ ഇറങ്ങരുത്. കാരണം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. യഹോവയ്ക്കായി കാത്തിരുന്ന് ക്ഷീണം മാറണം. ക്ഷീണം മാറി ബലം പ്രാപിക്കണം. അപ്പോഴുണ്ട് തളർന്നു പോകാതെ ഓടാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. മാത്രമല്ല, ഒരു സമയം വരുമ്പോൾ ഇതാ ഇവിടെ കയറി വരുന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. അതിനു മുൻപ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്തുതിയുടെ ചിറകിൽ പറക്കാൻ തുടങ്ങും. ആത്മാവിൻ്റെ ആരാധനയുടെ ചിറകിൽ പറക്കാൻ തുടങ്ങും. ദൈവജനമേ, ഈ സമയം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടോ? വീഴാതൊന്ന് സൂക്ഷിക്കുന്നതിൽ ചാരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നാഥാ, എന്നെ നിർത്തണമേ എന്ന് സമ്പൂർണമായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തി നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? യേശുവിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ സമീപത്തുകൂടെ യേശുവിതാ നടക്കുന്നു. നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്ന യേശുവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, എന്നെ ബലപ്പെടുത്തിയിട്ടേ നീ പോകാവൂ. എനിക്ക് ഉറപ്പ് തന്നിട്ടേ നീ പോകാവൂ. യേശുവേ, എൻ്റെ മേൽ നിന്റെ കരം വെച്ചിട്ടേ നീ പോകാവൂ. കൃപയുടെ കരം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ ആശീർവദിച്ചിട്ടേ നീ പോകാവൂ. എൻ്റെ മേൽ നിന്റെ ശക്തി പകർന്നിട്ടേ നീ പോകാവൂ. ഞാൻ ക്ഷീണിച്ചു പോകാൻ ഇടവരരുത്, തളർന്നു പോകാൻ ഇടവരരുത്, ഇടറിപ്പോകാൻ ഇടവരരുത്. എനിക്ക് കുതിച്ച് പായണം. എനിക്ക് നിന്റെ വേല ചെയ്യണം. എനിക്ക് സ്തുതിയുടെ ചേരിൽ പറക്കണം. എനിക്ക് സ്തുതിയുടെ ചിറകടിച്ച് പറന്നുയരണം. സ്തുതിയുടെ ജ്വാല ഏറ്റുകൊണ്ട്, സ്തുതിയുടെ ശക്തി ഏറ്റുകൊണ്ട്, സ്തുതിയുടെ പ്രാഗൽഭ്യം ഏറ്റുകൊണ്ട്, ആത്മാവിന്റെ സ്തുതിയിൽ മനസ്സ് നിറഞ്ഞ് ഹൃദയം കവിഞ്ഞ് ആനന്ദ ഉന്മേഷം പൂണ്ട് എൻ്റെ നാഥൻ എനിക്ക് ആരാധിക്കണം. കർത്താവെ, ആരാധിച്ച് ആരാധിച്ച് ആമോദിച്ച് ആമോദിച്ച് അക്കരെ നാട്ടിൽ ചെല്ലണം. ഹല്ലേലൂയ. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ദൈവപൈതലേ, നിന്നെ യേശു വിളിക്കുകയാണ്. ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകല്ലേ, വാടിപ്പോകല്ലേ. ദൈവപൈതലേ, നിന്നെ വിളിക്കുന്ന ദൈവസ്നേഹം കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നീ ചാരുവീൻ, തിരുരക്തത്തിൽ നീ ആശ്രയിപ്പീൻ, ക്രിസ്തുവിനോട് നീ വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ. യേശുവിനായി നിങ്ങളെ തന്നെ വേർതിരിപ്പീൻ. സെലക്ഷൻ, ഡിസിഷൻ, ഡിക്ലൈൻ. എന്റെ ദൈവമേ, സെലക്ഷൻ ലഭിച്ചു, എനിക്ക് ഡിസിഷൻ ഉണ്ടായി. എന്നാൽ ഡിക്ലൈനിലേക്ക് പോകാൻ എനിക്ക് ഇടവരല്ലേ. എന്നെ കാത്തുകൊള്ളണമേ, അതപ്പതിക്കാൻ വിടല്ലേ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തോത്രം. വീഴാതെ സൂക്ഷിക്കുന്ന അത്ഭുതകരം ഞങ്ങളെ പിടിച്ചതിനായി സ്തോത്രം. തീജ്വാലയ്ക്ക് വചനം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഉണർത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ബലം ധരിപ്പിക്കുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ പോകാൻ പുതിയ കൃപ ഞങ്ങളെ അണിയിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. ഈ വചനം കേട്ട എല്ലാവരെയും, ജാതി മത ഭേദമന്യേ, സഭാ സമുദായ വ്യത്യാസമന്യേ സകലരെയും അനുഗ്രഹിക്കണമേ. ആശ്വാസം നൽകണമേ, മനഃശാന്തി നൽകണമേ, നിത്യജീവന്റെ ഉറപ്പ് നൽകണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, രോഗബാധകൾ മാറ്റണമേ, സൗഖ്യം നൽകണമേ, കുടുംബ സമാധാനം നൽകണമേ, കടബാധ്യതകൾ മാറ്റണമേ, ആശ്വാസം നൽകണമേ, അനുഗ്രഹിക്കണമേ, കൃപയുടെ നിറവ് പകരണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, ഇതിന് നാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമീൻ.